നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. നൂറുമേനി വിജയത്തിളക്കവുമായ കണ്ടശങ്കടവ് SH ഓഫ് മേരീസ് CGHS SSLC പരീക്ഷ എഴുതിയ 186 വിദ്യാർത്ഥിനികളിൽ 47 വിദ്യാർത്ഥികൾ ഫുൾ A+ഉം 12 വിദ്യാർത്ഥികൾ 9A+ നേടി. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLCക്ക് 100% വിജയം. SSLC പരീക്ഷയിൽ വാടനപ്പള്ളി GHSSൽ 10ാം വർഷവും 100% വിജയം. കണ്ടശങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLCക്ക് 100% വിജയം. കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷയിൽ 100% വിജയം. 24 ഫുൾ A+. മണലൂർ ഏനാമാക്കൽ റെഗുലേറ്റർ നവീകരണ പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും കരാർ ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് ഒപ്പുവയ്ക്കൽ വൈകുന്നത്. പെരുമാറ്റച്ചട്ടം പിൻവലിക്കുമ്പോഴേക്കും മഴക്കാലമാകും. അതോടെ ഈ സീസണിലെ പ്രവൃത്തികൾ നടപ്പാക്കാനാകാതെ വരും. മഴ കഴിഞ്ഞ ശേഷമാണ് പിന്നീട് പണികൾ തുടങ്ങാനാവുക. നവീകരണത്തിന്റെ ഭാഗമായി സിവിൽ വർക്കിന് 4.062 കോടിയും മെക്കാനിക്കൽ വർക്കിന് 4.53 കോടിയുമാണ് നീക്കിവച്ചിരിക്കുന്നതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിബു പറഞ്ഞു. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ ആരംഭിച്ചെങ്കിലും ഏനാമാക്കൽ റെഗുലേറ്ററിന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. റെഗുലേറ്ററുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നത് അടുത്ത സീസണിലെ കൃഷി കൂടുതൽ സങ്കീർണമാകുമെന്നാണ് കർഷകരുടെ ആശങ്ക. താന്യം ശ്മശാനത്തിൽ വേസ്റ്റ് അലക്ഷ്യമായി സംഭരിച്ചു വയ്ക്കുന്ന പഞ്ചായത്തിന്റെ നടപടി അവസാനിപ്പിക്കുക, ശ്മശാനത്തിലെ മാലിന്യ കൂമ്പാരം ഉടനെ നീക്കം ചെയ്യുക, തൊഴിലാളികളുടെയും പരിസരവാസികളുടെയും ജീവന് സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങളുമായി BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്യം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയിരിപ്പിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സുഗതൻ NS അധ്യക്ഷനായി. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ, കൃഷ്ണനുണ്ണി, പ്രകാശൻ കണ്ടങ്ങത്ത്, മണ്ഡലം ഭാരവാഹികളായ നിഷ പ്രവീൺ, സുഗേന്ദു സെൻ, പഞ്ചായത്ത് ഭാരവാഹികളായ വിനോബ്, സന്തോഷ് തണ്ടാശ്ശേരി, സുധീർ പൊറ്റേക്കാട്ട്, ഉണ്ണി കാരയിൽ, പ്രേമദാസ്, ബിന്ദു സുധീർ എന്നിവർ നേതൃത്വം നൽകി. അത്രയ്ക്ക് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥാപനം, അത് തീ പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം വള്ളികളും മരങ്ങളും ഒക്കെ പടർന്നു കയറി ഒരു പൊതുസ്ഥാപനം അത് ജീവിച്ചിരിക്കുമ്പോഴോ കേരളത്തിലെ മലയാളികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ജനങ്ങളോട് നീതി കാണിക്കാത്ത ഭരണകൂടങ്ങൾ മരണത്തിൽ പോലും അവരുടെ മൃതദേഹത്തോട് പോലും നീതി കാണിക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താന്യം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പൊതു ശ്മശാനം എന്ന് പറയുന്നത്. ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് മറ്റൊരു വലിയ തമാശയാണ്. നമുക്കറിയാം, ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വലിയ ദിവസങ്ങളോളം കേരളത്തിലെ മാലിന്യ കൂമ്പാരം എറണാകുളം പോലുള്ള ഒരു നഗരത്തെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ആഴ്ചകളോളം നിന്ന് കത്തിയപ്പോഴാണ് കേരളത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഈ രീതിയിലുള്ള ഒരു സംവിധാനം വേണമെന്ന് ഇവിടുത്തെ സർക്കാരുകൾക്ക് തോന്നിയത്. ആർട്സ് സിൽവർ ജൂബിലി വിളംബര പ്രചാരണ ജാഥയ്ക്ക് കാഞ്ഞാണിയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. തൃശൂർ മേയർ MK വർഗീസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി ബ്രാഞ്ച് പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാടനപ്പള്ളി ബ്രാഞ്ച് സെക്രട്ടറി അഹമ്മദ്, ട്രഷറർ അബ്ദുൽ ജബ്ബാർ, കാഞ്ഞാണി യൂണിറ്റ് സെക്രട്ടറി ആന്റണി വർക്കി തോപ്പിൽ, കോർഡിനേറ്റർമാരായ പീതാംബരൻ, തോമസ്, ജിജോ, ഇസാഖ് പള്ളിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലമീൻ സെൻട്രൽ കൗൺസിൽ ബോംബെയിൽ വെച്ച് സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ മുസാബക്ക ഖുർആൻ പാരായണ മത്സരത്തിൽ നാഷണൽ ലെവലിൽ 1ാം സ്ഥാനം നേടിയ മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി കമ്മിറ്റി സ്വീകരണവും ആദരവും നൽകി. കഴിമ്പ്രം ദാറുൽ കൗസർ മദ്രസ വിദ്യാർത്ഥിയാണ് ഇർഫാൻ. കമ്മിറ്റി അംഗങ്ങളായ പ്രസിഡന്റ് പോക്കാക്കിലത്ത് നൌഷാദ്, സെക്രട്ടറി അറക്കൽ അബ്ദുള്ളക്കുട്ടി, വൈസ് പ്രസിഡന്റ് ജമാൽ അമ്പലത്ത് വീട്ടിൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങളായ സയ്യിദ് മുഹമ്മദ് അമ്പലത്ത് വീട്ടിൽ, കരീം പോക്കാക്കിലത്ത്, ബദറു കോടമ്പി എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.